ഓണമൊക്കെ അല്ലേ, നിലമ്പൂർ അടിപൊളി പ്യുവർ വെജിറ്റേറിയൻ ഊണ് കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെട്ടാലോ? കാണിച്ചു തരാം. ഉടുപ്പി റെസ്റ്റോറൻറ്റ് 10 ഐറ്റം തൊടുകറികളും ഒഴിച്ച് കഴിക്കാൻ സാമ്പാർ, രസം, മോര്, പിന്നെ പായസവും. നിലമ്പൂരിലുള്ള ഒരുപാട് ആളുകൾക്ക് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് അറിയാം. ഇത് പുതിയ റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ്. എല്ലാവരും ഊണിന് വേണ്ടിയാണ്. അതായത് നല്ല ഊണ് കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഓണസദ്യ കഴിക്കുന്ന പോലെയാണ്. സാധാരണ നോർമൽ ദിവസങ്ങളിലൊക്കെ ഇത്ര ഐറ്റം വെച്ചിട്ട് ഒരു സദ്യ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ 23 ഐറ്റത്തോടു കൂടി ഓണസദ്യയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാർസൽ വേണ്ട ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. പിന്നെ ഉടുപ്പി റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊണ് മാത്രമൊന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി മസാല ദോശ അവിടെ കിട്ടും. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല മസാല ദോശയും വടയും ചായയും, അതും വേറൊരു വെറൈറ്റി തന്നെയാണ്. പിന്നെ ഉടുപ്പി റെസ്റ്റോറൻറ്റ് നിലമ്പൂർ മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് സ്ഥലങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ വേറെ എവിടെയെങ്കിലും കഴിച്ചിട്ട് അനുഭവമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. നോർമലി ഊണിന് അവർ ചാർജ് ചെയ്യുന്നത് 150 രൂപയാണ്. ഇലയിൽ ഇത്ര ഐറ്റം വെച്ചിട്ട് ഒരു 150 രൂപയ്ക്ക് അഫോർഡബിളായിട്ട് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള അറിയില്ല. കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പല വെജിറ്റേറിയൻ ഹോട്ടലുകളൊന്നും കഴിച്ചിട്ടുണ്ട്, ഇതിലും നല്ല ചാർജായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓണസദ്യക്ക് ഐറ്റം കൂടുതലുള്ളതുകൊണ്ട് തന്നെ റേറ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് പോകുക. എത്രയാണെന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് പറയാത്തത്. നിലമ്പൂരിലെ നമ്മുടെ ഉടുപ്പി റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തേക്ക് മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു രുചിക്കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.